ഒന്നും പറയില്ല. ഹാഷിർ പടം പൊളിച്ച്. ഹാഷിർ കരഞ്ഞോ? കരഞ്ഞാൻ പറഞ്ഞില്ല, ഇമോഷണൽ രക്ഷിക്കണ്ട. നിങ്ങൾ 100 കോടിയാണ് ഇത്. 5-ൽ എത്ര സ്റ്റാർ കൊടുക്കാം? 5 ആണ്. 5ന്റെ മുകളിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. നല്ല മെസ്സേജ് ഉണ്ട്, ചിരിക്കാനും ഉണ്ട്, കരയാനും ഉണ്ട്, എല്ലാം കൊണ്ട് കിട്ടണം പടം. മറ്റേ ബിപിൻദാസ് സ്ക്രിപ്റ്റ് ഉഗ്രൻ, ശരിക്കും കിട്ടണം പടം. ഇത് ഭയങ്കര ഹിറ്റായി. വാഴ 1 കവർ ചെയ്തു. ക്ലൈമാക്സിലൊരു ഇതെല്ലാം ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട്. കിട്ടണം പടം. 2K പിള്ളേർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നല്ല മെസ്സേജ് ഉണ്ട്, ഡ്രഗ് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയല്ല. ചിരിക്കാനും ഉണ്ട്, കരയാനും ഉണ്ട്, എല്ലാം കൊണ്ട് നല്ല മൂവി. ബിപിൻദാസ് സ്ക്രിപ്റ്റ് ഉഗ്രൻ. എല്ലാം കരഞ്ഞോ? വാഴ കരഞ്ഞോ? ഞാനും ഒരുപാട് പേര് കരഞ്ഞു. കരയാനും ഉണ്ട്, ചിരിക്കാനും. നല്ല മെസ്സേജും ഉണ്ട്, എന്റർടൈനറാണ്. ഭയങ്കര ഹിറ്റായി. സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ടോപ്പായിട്ടുണ്ടായി. ഹാഷിർ ഒരു പുതിയ സൂപ്പർ സ്റ്റാർ ഇതിലേക്ക് തന്നെ വരും. പടം പൊളിച്ച്. ഹാഷിർ പടം പൊളിച്ച്. ആ ഫൈറ്റിങ്, ആ സ്കൂളിന്റെ ഇതെല്ലാം പൊളിച്ചു. പടം സീമടന്നു. ഹാഷിറിന് അത് പൊളിച്ച്. ഹാഷിർ ഫൈറ്റിംഗ് എല്ലാം പൊളിച്ച്. അത് പൊളിച്ച് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. അമ്മീനെല്ലാം സീനായിരുന്നു. 2 ആണ് പൊളിച്ചത്. ഇപ്പൊ ലാസ്റ്റ് മാസായിരുന്നു. പടം ഫുള്ള് കണ്ടു. എന്താ പറയാ, ഒരു പടം കണ്ട് കരഞ്ഞോ? കരഞ്ഞു അവസാനം ക്ലൈമാക്സിലൊക്കെ കരഞ്ഞോണ്ടിരുന്ന് കാണാൻ പറ്റുള്ളൂ. കാരണം അത്രയും നല്ല രീതിയിൽ അച്ഛൻ മകൻ ബോണ്ടിങ്ങും എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ ഫ്രണ്ട്ഷിപ്പ് വേണം. പിന്നെ എന്തായാലും സ്കൂൾ കാലഘട്ടം എന്തായാലും നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ സ്കൂൾ കുട്ടികൾക്ക് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും വായാറ്റു. ഗംഭീര സിനിമ. സെറ്റാണ്, നല്ല സിനിമയാണ്. മഴ വന്നാൽ തന്നെ നല്ല കിട്ടില്ല. മേക്കിങ്ങും എല്ലാം അടിപൊളിയാണ്. എല്ലാം സെറ്റാണ്. ഹാഷിറിന്റെ ഒക്കെ പെർഫോമൻസ് കത്തിയൊക്കെയാണ്, ഒന്നും പറയില്ല. ഹാഷിർ എല്ലാരും പറഞ്ഞ അടിപൊളിയാണ്. ഫുള്ള് കോമഡി ആണോ? കോമഡി ഉണ്ട്, ഇമോഷണൽ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല പക്കൊരു പാക്കായിട്ടുള്ള സിനിമയാണ്. 1 വെച്ച് നോക്കുമ്പോ ഇത് എങ്ങനെയുണ്ട്? 2 അടിപൊളിയാണ്. 2 കുറച്ചുകൂടി ബെറ്റർ. 2 ആണ്. എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് 2 ആണ്. സ്റ്റോറി എല്ലാം അടിപൊളിയാണ്. എന്തെടുത്ത് നോക്കിയാലും സിനിമ ബെസ്റ്റാണ്. വാഴ ഒന്നും പറയാനില്ല എന്നുള്ള എന്താണ് ഇതിനകത്തൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയേണ്ടത്? എല്ലാം പോസിറ്റീവാണ്. ഫസ്റ്റ് ഹാഫൊക്കെ തീയാണ് സിനിമ. വാഴ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങൾ എന്താണ് അർപ്പിച്ച അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇത്രയും ഹിറ്റായിട്ട് ഓടാൻ സാധ്യതയുള്ള സിനിമയില്ല. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ച ഗംഭീര സിനിമയാണ്. ഗംഭീര ഡയറക്ഷൻ, ഗംഭീര സ്ക്രിപ്റ്റ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഇതില് ഞാൻ പറയുന്നില്ല, ഇതിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രത്തോളം എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു സിനിമയാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രത്തോളം പടം കണ്ട് കരഞ്ഞോ? കരഞ്ഞാൻ പറഞ്ഞില്ല, ഇമോഷണലി കണക്ട് ആയിട്ടുണ്ട് ഒരുപാട്. അതുപോലെ നമ്മൾ സ്നേഹമാണെങ്കിലും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയങ്ങളാണെങ്കിലും നമ്മുടെ വാർഡാണെങ്കിലും പഞ്ചായത്താണെങ്കിലും എല്ലാവരും, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും, എല്ലാ മതസ്ഥരും ഈ സിനിമ കാണണം. അത്ര നല്ല ഇമോഷണലി കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. ഗംഭീര സിനിമ. അത് ഞാൻ പറഞ്ഞു, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. മികച്ച ഗംഭീര പ്രകടനമാണ്. അവർക്ക് കിട്ടിയ വേഷം എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിതിനകത്തൊരു നെഗറ്റീവ് പറയാൻ പറ്റുന്ന ഒരു ഭാഗവും ഇല്ല എന്നുള്ളതാണ്. എല്ലാ ഭാഗവും മികച്ച ഗംഭീര പ്രകടനം. വലിയ ഹിറ്റാണ് സിനിമ. ഈ അവധി ആഘോഷം നിങ്ങൾ നോക്കിക്കോ. കേരളത്തിലെ അവധി ആഘോഷിക്കാൻ പറ്റിയ ഇത് വലിയ തിയേറ്ററിലേക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. വലിയ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരും. ഒരു സംശയം വിചാരിക്കേണ്ട. ഇത് വലിയ ഹിറ്റാണ് സിനിമ. ഇത് 100 കോടിക്ക് മുകളിലേക്ക് പോകുന്ന സിനിമ തന്നെയാണ്. ഒന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ 100 കോടിയാണ് ഇത്. 5-ൽ എത്ര സ്റ്റാർ കൊടുക്കാം? 5 ആണ്. 5ന്റെ മുകളിലേക്ക് നിങ്ങൾ എന്ത് സ്റ്റാറാണ് പ്രഖ്യാപിക്കുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം